കൊച്ചിയിൽ ഒരു വലിയ ആഘോഷം നടക്കുകയാണ്. കുടുംബശ്രീ ദേശീയ സരസ്മേള. കുടുംബശ്രീക്കാരുടെ ഒരു വലിയ ഉത്സവമാണിത്. നടക്കുന്നത് കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന് മുന്നിലാണ്. അതിന്റെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. കാഴ്ചകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും പറ്റും. നമുക്കൊന്ന് കയറി നോക്കിയാലോ? വേഗം എന്റെ കൂടെ പോകുന്നു. അങ്ങനെ നമ്മൾ നടന്നതേ ഇവിടെ ഒരു ചേച്ചി ഒരു ചേട്ടന്റെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ലൈവായിട്ടാണ് മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. സത്യത്തില് ആ ചേച്ചിയോ ആ ചേട്ടനോ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ ഈ മെഹന്തി ഇടല് അത്രയും കോൺസെൻട്രേഷൻ വേണ്ട പണിയാണെന്ന്. ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഭയങ്കര ചിരിയായിരുന്നു. അടുത്ത സ്റ്റോളിൽ നിൽക്കുന്ന ചേച്ചി ഈ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് കേട്ടാലോ? എൻ്റെ പേര് സെമിന. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ബ്ലോക്കിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടുത്തെ MEC ആണ്. ഈ ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ബ്ലോക്കിലുണ്ടാകുന്ന എല്ലാ സംരംഭങ്ങളെയും ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ സ്റ്റാളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കേരളത്തിൽ നടക്കുന്ന ദേശീയ സരസ്മേളയാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇവിടെ 250ഓളം സ്റ്റാളുകളുണ്ട്. ഉൽപ്പന്നങ്ങൾ പ്രദർശനവും വിൽപ്പനവുമാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ 50ഓളം സ്റ്റാളുകളും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലെയും സംസ്ഥാനങ്ങളിലെയും തനത് ഉൽപ്പന്നങ്ങളും അവരുടെ പ്രദർശനവുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് കോർട്ടിലും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ് അവിടെ ലഭിക്കുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ദം ബിരിയാണി, അവിടെ തലശ്ശേരിയുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് തലശ്ശേരി ദം ബിരിയാണി. അത് അവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഓരോ ജില്ലയിലും അവരുടേതായ തനത് വിഭവങ്ങളും അതുപോലെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ ട്രഡീഷണൽ ഐറ്റങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നതും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുള്ളത്. കുടുംബശ്രീ സംരംഭങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രദർശനവും അതുപോലെ വിൽപ്പന നടത്താനും പറ്റിയ ഒരു മേളയാണ് ഈ സരസ്മേള. കേരളത്തിൽ ഇത് ഓരോ വർഷവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംരംഭകരും അതുപോലെ ഒരുപാട് പുതിയ പുതിയ ഐറ്റങ്ങൾ നമുക്കിവിടെ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കാനും വിൽപ്പന നടത്താനും സാധിക്കുന്നതുണ്ട്. ഇവരാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർസ്. ഒന്ന് തനുജ ചേച്ചി, അടുത്തത് ചേച്ചിയുടെ മൂത്ത സിസ്റ്ററാണ്. അപ്പോൾ തനുജ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതും ഇന്ന് അവിടെ എത്താനുള്ള കാരണവും. അവിടെ ചെന്നപ്പോഴേക്കും ശരിക്കും മനസ്സ് നിറഞ്ഞുപോയി. കാരണം അത്രയേറെ കണ്ണിന് കൊള്ളിരേക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ആളുകളും. അപ്പൊ നമുക്ക് എന്താണ് തനുജ ചേച്ചിയുടെ പ്രോഡക്ട്സ് എന്ന് അറിയണ്ടേ? ഇവിടെയുള്ളത് ഹാൻഡ് മെയ്ഡായിട്ട് നിർമ്മിക്കുന്ന കോറലിന്റെയും പേളിന്റെയും ഒക്കെ ഓർണമെന്റ്സ് ആണ്. അലങ്കാർ എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. അലങ്കാറിന്റെയും ചേച്ചിയുടെയും സ്വന്തം സ്ഥലം കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ താഴെ ചൊവ്വയിലാണ് അലങ്കാറിന്റെ പുതിയ ഷോറൂം. ചേച്ചിക്ക് അലങ്കാരനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. കണ്ണൂർ സരസ്മേളയിലെ കുറേ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിൽപ്പന ഓർണമെൻറ്റ്സ് ആണ്. ഞങ്ങൾ ഇടയ്ക്ക് ഹൈദരാബാദിൽ നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്ന
കണ്ട സാധനങ്ങളിൽ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ദേ ഈ സ്റ്റാർസ്. ഭയങ്കര രസം അത് കാണാൻ, എന്ത് ഭംഗിയാ നോക്കി. ദേ ഈ ചേച്ചിമാർ എന്റെ വീഡിയോക്ക് പോസ് ചെയ്യുന്നതല്ല കേട്ടോ, അവിടെ വേറൊരു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആളുടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ്. കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് അവസാനം നമ്മൾ ആ സ്ഥലത്തെത്തി ഗായ്സ്. എവിടെയാണ് ഭക്ഷണം മുഖ്യം ബിഗിലേ? അതെ, നമ്മുടെ സ്വന്തം ഫുഡ് കോർട്ട്. ശരിക്കും ഞാൻ അവിടെ എത്തിയത് ഉച്ച സമയത്താണ്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ചുറ്റിലും നോക്കിയപ്പോഴേക്കും ശരിക്കും അന്തം വിട്ടുപോയി. കാരണം എന്ത് വാങ്ങും എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചു. ഭക്ഷണത്തിന്റെ ഒരു മായ ലോകം തന്നെ. പല സംസ്ഥാനങ്ങളിൽ നിന്ന് പല 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 ടേസ്റ്റ് ഉള്ള ഭക്ഷണങ്ങൾ. ഇതിൽ ഏത് വാങ്ങുമെന്ന് ശരിക്കും എനിക്ക് അറിയാതായി പോയി. പക്ഷേ ഞാൻ അവിടെ നേരെ നോക്കിയപ്പോൾ കണ്ടത് ഗീ റൈസും ചിക്കൻ കറിയും. നമുക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ, നേരെ വച്ച് പിടിച്ചു അങ്ങോട്ട് തന്നെ. അങ്ങനെ നമ്മുടെ ഗീ റൈസും ചിക്കൻ കറിയും കിട്ടിയപ്പാടെ ഇതും കൊണ്ട് നേരെ ടേബിളിന്റെ മുന്നിലേക്ക് വന്നു. അവിടെ നിന്ന് ഒരടിപൊളി പിടുത്തം പിടിച്ചു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം കണ്ടു. പായസ സദ്യ. സദ്യ കേട്ടിട്ടുണ്ട്, പക്ഷെ പായസ സദ്യ എന്താണെന്ന് അറിയാൻ ഒരു കൗതുകം തോന്നി. അങ്ങനെ ആ ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു പായസ സദ്യ ഞാനും വാങ്ങി. എന്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. പായസവും ബോളിയും പഴവും ഒപ്പം അച്ചാറും. അങ്ങനെ അവിടുന്ന് പായസമൊക്കെ വാങ്ങിച്ച് നടന്നതേ ഇവിടെ എത്തിയപ്പോൾ പൊട്ടാറ്റോ ഇങ്ങനെ സ്പ്രിങ് പോലെ ആക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയോ ആദ്യം സോസ് ആണെന്ന് തോന്നുന്നു ഒഴിച്ചത്, അത് കഴിഞ്ഞ് മയണൈസ് ആണെന്ന് തോന്നുന്നു, അതെല്ലാം ഒഴിച്ച് അതിനെ ഇപ്പുറത്ത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്നു. പാട്ട് കേട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കയറി പാടുകയും ചെയ്യാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതേ എക്സിറ്റ് പോയിന്റിലെത്തി. ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് കറങ്ങി വന്ന് നമ്മുടെ വണ്ടി എടുക്കാനേ. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിൽ വന്നതേ പായസവും ബോളിയും പഴവും ഒക്കെ ആയിട്ടുള്ള പായസ സദ്യ. ഇതിന്റെ കൂടെ അച്ചാറുടെ ഉണ്ട് കേട്ടോ. ഈ അച്ചാറ് തൊട്ടുകൂട്ടാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് പായസത്തിനകത്ത് മിക്സ് ചെയ്ത് ഒരു പിടിയങ്ങ് പിടിച്ചു. എന്താ ടേസ്റ്റ്. അങ്ങനെ ഇന്നത്തെ ദിവസം ശരിക്കും ഗംഭീരമാക്കി കേട്ടോ. അപ്പോൾ കൊച്ചിക്കാര് വേഗം വിട്ടോ കുടുംബശ്രീ സരസ്മേളയിലേക്ക്. ബൈ ബൈ.